എന്താണ് ഇസ്ലാമിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ഇസ്ലാമിക ജീവിതം? ഒരാവശ്യം ഉണ്ടായില്ലാന്ന് തോന്നി. ഇപ്പൊ കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിക്കുന്ന പോലെ നിക്കുവാണ്. അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതി ആണ് സത്യം. അത് ശരി. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കി കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏത് വിശ്വാസത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരും. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരെങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടിപൊളി. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരുമോ. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന് അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്. അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും, നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നോണ്ടിരിക്കുക ഇസ്ലാമിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിട്ട്. അവരൊക്കെ വന്നത് കല്യാണം കഴിക്കാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പൊ ആരും ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇതിനകത്ത്, കാരണം ഭയങ്കര ടഫാണ്. ലവ് ജിഹാദിന്റെ ഇരകളെ നിങ്ങൾ അവിടെ കുറെ കണ്ടു? അതല്ല ഉദ്ദേശം. ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് 1-2 കാര്യം മാത്രമേ ഞാനിവിടെ കേട്ടിട്ടുള്ളൂ, എന്റെ ചെവിയിൽ കേട്ടിട്ടുള്ളൂ. അതായത് അത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് ഉസ്താദിന്റെ വായിന്ന് വീണതാണോ എന്തോ, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കിളി പോലോ. പറഞ്ഞിട്ടില്ല. സഹായിക്കും വീട് വെക്കാൻ, ഡ്രസ്, ഫുഡ്, ഇത് എല്ലാം ഓഫർ ചെയ്തിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മതം മാറി വന്നാൽ നിങ്ങൾക്ക് വീട് വെച്ചാരാണ്. അതായത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ അവരുടെ ചെവിയിൽ കേട്ട കാര്യമാണ്. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. തൽപരകക്ഷിയല്ല. 2 മാസത്തെ കോഴ്സാണ്. 2 മാസം അവിടെ നിന്നു അതോ പോയി വന്നോ? അവിടെ നിന്നു. ഇല്ല, അവിടെ നിക്കണം. ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോ ജോലി ഇവിടെ ലീവ് തന്നു. ഞാനൊരു മുസ്ലിം ആണ്, എന്നിട്ട് ഷോപ്പിലെ ഓണർ. അപ്പൊ എനിക്ക് 2 മാസത്തെ ലീവ് ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൊക്കോ, കുഴപ്പമില്ല, വേറെ ആളെ എടുക്കണില്ല, നീ തന്നെ പോയിട്ട് വായോന്ന് പറഞ്ഞിട്ട് 2 മാസത്തെ ശമ്പളം തന്നു. ഇല്ല, 2 മാസം ശമ്പളമായിട്ടല്ല ഞാൻ വന്നത്, കാലിയായിട്ടാണ് വന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സക്കാത്ത് പോലെ തരില്ലേ, അതുപോലെ പൈസ തന്നു. എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോ അത് ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിക്കാഹ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ തന്നെ കോഴ്സ് കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന ടൈമിൽ അവർ നിക്കാഹ് കഴിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനം, പ്രോബ്ലം ഉണ്ടാവില്ല, നമുക്ക് വിശ്വാസമുള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞ്. അതേപോലെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലം ആയി, നടക്കൂല. അതായത് അവിടെ ചെന്ന് ഇപ്പോ
വ്യക്തമായില്ല. ഹസ്ബൻഡിന്റെ ഫാമിലിയില് ഭയങ്കര പ്രശ്നം. അത് ഹിന്ദു തന്നെയല്ലായിരുന്നോ? അല്ല, ഹസ്ബൻഡ് മുസ്ലിമാണ്. ആ അത് ശരി. അപ്പോ അത് അതിനുശേഷമാണ് അപ്പൊ നിങ്ങൾ മതം മാറാൻ പോയേ? എന്നിട്ട് ഫസ്റ്റ് ഞങ്ങളെ ഇഷ്ടമായിരുന്ന ടൈമിലാണ് മതം മാറാൻ വേണ്ടിട്ട് പോയേ. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും കുഴപ്പമില്ല, ഹിന്ദു എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നിങ്ങളും അപ്പൊ മതം മാറിയത് ഈ ഇഷ്ടം കൊണ്ടാണോ അതോ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ? ഇഷ്ടം കൊണ്ടാണ് മാറിയത്. പക്ഷെ വീട്ടിലും കൂടി കയറണമെങ്കിൽ അവരംഗീകരിക്കണമെങ്കിൽ ഞാനൊരു മുസ്ലിം ആയിരിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അപ്പൊ ആ ജോലി കിട്ടി, നിങ്ങൾ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു? എവിടെ ജോലി? അല്ല, ഞങ്ങള് ജോലി ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അവിടുന്നാണോ കല്യാണം നടന്നത്? അല്ല, കല്യാണം നടന്നത് ഇവിടെ ഈ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങണ ദിവസമാണ്. അവിടെ അങ്ങനെയാണ് അവിടെ രീതി. അവിടെ വെച്ചാണോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? അല്ല, ഇവിടെ വെച്ചേ പരിചയമുണ്ട്. അല്ലാണ്ട് അതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ നിങ്ങൾക്ക് ഈ നോമ്പെടുക്കാനും അതുപോലുള്ള കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്ന സുഹൃത്ത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തായിരുന്നു? അതെ. ആ അങ്ങനെ ഇപ്പൊ ശരി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ മാരേജ് ചെയ്ത് എല്ലാരെയും വിടുന്നുണ്ട്. അവസാന ടൈമില് മാരേജ് അവിടെ തന്നെ നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് വിടണേ. നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇത് കേരള സ്റ്റോറി മൂവിയിൽ കാണുന്ന മാതിരി തന്നെയാണ്? അതെങ്ങനെയാ? കേരള സ്റ്റോറിയിൽ ഇതേപോലല്ലേ, ഒരു പള്ളിയിൽ ഇരുത്തിയിട്ടാണല്ലോ അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചു വിടുന്നത്. മൂവി കണ്ടില്ലേ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കാണണം. ആണോ? എന്നിട്ട് അതിൽ കണ്ടതും നിങ്ങളുടെ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയണം. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. നമ്മൾ അവിടെ പഠിച്ചോണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കില് അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയ നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല, അവർക്ക് വീട്ടുകാർക്ക് എന്നാ ഇഷ്ടമല്ല, അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വാപ്പ പറയണത് ഇല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് നമുക്കറിയില്ലായിരുന്നു. അത് അവസാന ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവര് പറയണേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്നോട് വെയിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഹോസ്പിറ്റലായി, ഞാൻ സൂയിസൈഡ് ചെയ്തു. പിന്നെ നമുക്ക് മനസ്സിലായി ഒഴിവാക്കണെയാണ്. അതായത് സപ്പോസ് നിങ്ങളന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചോ? അതെ. ഇവിടെ എന്തായിരിക്കും നിങ്ങളെ കഥ ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. നിങ്ങൾ കേരള സ്റ്റോറിയാണ്. നിങ്ങൾ ലവ് ജിഹാദിന്റെ ഇരയാണെന്നല്ലേ ഇവിടെ വരാ? നിങ്ങൾ ട്രാപ്ഡ് ആവുകയായിരുന്നു ഈ സാധനത്തിന്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? മനസ്സിലായിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾ പുള്ളിക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്, ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള കല്യാണ തട്ടിപ്പെന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇതിൽ കേസ് കൊടുക്കേണ്ടി വരും. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.